ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻസിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ മൊഡ്യൂൾ 2-ലെ സ്റ്റാറ്റിക് ലോഡിങ്ങിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് കുറച്ച് സാമ്പിൾ പ്രോബ്ലംസും ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് കരുതുന്നു. സമയക്കുറവ് കാരണമാണ് പലപ്പോഴും വീഡിയോ ഡിലേ ആകുന്നത്. എല്ലാവരും സഹകരിക്കുക. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ അടുത്ത ടോപ്പിക് ഫറ്റിക് ലോഡിങ്ങിനെ പറ്റിയാണ്. ഇത് കൂടാതെ ഷോക്ക് ആൻഡ് ഇമ്പാക്റ്റ് ലോഡിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് കൂടിയുണ്ട്. പക്ഷേ അത് മെക്കാനിക്സ് ആൻഡ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കോഴ്സിൽ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ആ ഏരിയയിൽ നിന്നും ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ വന്നിട്ടില്ല. ഈ ഏരിയയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫറ്റിക് ലോഡിങ്ങിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. തിയറീസ് ഓഫ് ഫെയിലിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു 10 മാർക്സ് അല്ലെങ്കിൽ 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് ഇതെന്ന് പറയുന്നത് ഫറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫറ്റിക് ലോഡിങ്ങിൻ്റെ പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുന്നേ ഫണ്ടമെൻ്റലായിട്ട് അറിയേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ, പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി മാത്രം അറിയേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ ഒന്ന് പറയുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ബൈ ഭണ്ഡാരിയുടെ ടെക്സ്റ്റ് നോക്കി, അതിലാണ് കുറച്ചും കൂടി ഇൻഡെപ്തിൽ കൊടുത്തിട്ടുള്ളത് തിയറി പോർഷൻസ്. അത് നോക്കി നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പം ഫറ്റിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫറ്റിക് ലോഡിംഗ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡിംഗ് എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിലെല്ലാം നമ്മൾ പഠിച്ചത് സ്റ്റാറ്റിക് ലോഡിങ്ങിനെ പറ്റിയായിരുന്നു. അപ്പം ലോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒബ്വിയസ്ലി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു വെക്ടറാണ് എന്ന് പറയുന്നത് ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫോഴ്സ് സ്റ്റാറ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിലെല്ലാം നമ്മൾ മെയിനായിട്ടും ഡീൽ ചെയ്തിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് ലോഡിംഗ് ആയിരുന്നു? ഒന്ന് ആക്സിയൽ ലോഡിംഗ്. ആക്സിയൽ ലോഡിംഗ് നമ്മൾ എഫ് വെച്ചിട്ടാണ്, സോ എഫ് ഉണ്ടായിരുന്നു. ദെൻ ബെൻഡിങ് മൊമെൻറ്റിനെ നമ്മൾ എം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ ടോർഷൻ മൊമെൻറ്റ് ടി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം നമുക്ക് ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു ആക്സിയൽ സ്ട്രെസ്, ആക്സിയൽ നോർമൽ സ്ട്രെസ് സിഗ്മ. അതുപോലെ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് സ്ട്രെസ്, അതും നോർമൽ സ്ട്രെസ് തന്നെ, അതും സിഗ്മ എന്നും സിഗ്മ ബി എന്ന് വേണമെങ്കിൽ എഴുതാം. ടോർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടോർഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് നമുക്ക് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ലെക്ചേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ലെക്ചേഴ്സിലെല്ലാം സാമ്പിൾ പ്രോബ്ലംസിലെല്ലാം പറയുന്ന ലോഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ ലോഡ് ഓഫ് 25 kN. ഫോർ എക്സാമ്പിൾ പറയാണ് 25. അപ്പോൾ അവിടെ നമുക്ക് ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നാണ്. എത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം തന്നെയാണ്. എന്നാൽ എൻ്റെ ലോഡിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേരിയിങ് ലോഡ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ വേരിയിങ് ലോഡ് കാരണം സിസ്റ്റത്തിനകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു വേരിയിങ് സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ മെഷീൻ കമ്പോണൻസും അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഏത് കമ്പോണൻസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 80 to 90% ഓഫ് മെഷീൻ കമ്പോണൻസും ഫെയിൽ ആകുന്നത് എന്ത് കാരണമാണ്? ഇത്തരത്തിലുള്ള വേരിയിങ് ലോഡിങ് അല്ലെങ്കിൽ ഫറ്റീഗ് ലോഡിങ് കാരണമാണ് ഉണ്ടാകുന്നത്. ഫറ്റീഗ് ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ചറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ SN കർവ് അല്ലെങ്കിൽ ഓഹ്ലർ ഡയഗ്രം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ SN കർവ്, RR മൂർ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഫറ്റീഗ് ഫെയിലിയർ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തിയറി നമ്മൾ കൂടുതൽ ഡീപ്പിലേക്ക് അതിലേക്ക് പഠിക്കും. അപ്പം ഫറ്റീഗ് ലോഡിംഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് വേരിങ്, ഇപ്പം വൈബ്രേഷൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു ഫറ്റീഗ് ലോഡിങ് അല്ലെങ്കിൽ വേരിയിങ് ലോഡിന് എക്സാമ്പിളാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എല്ലാം എന്ത് ചെയ്യുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് നമുക്ക് അതിൻ്റെ നേച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. ആക്ച്വൽ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ഒരു വേരിയിങ് ലോഡിൻ്റെ നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഈ ലോഡെല്ലാം വേരി ചെയ്യുന്നത് എപ്പോഴും ഒരു മിനിമം വാല്യൂവിൽ നിന്നും ഒരു മിനിമം വാല്യൂ ടു എ മാക്സിമം വാല്യൂ ആണ് ഇതിൻ്റെ വേരിയേഷൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ വേരിയേഷൻ എന്ന് പറയുന്നത് സിനുസോയിഡൽ നേച്ചർ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഫോർ design calculations it is assumed that the varying load or varying stresses is to be sinusoidal type. ഇപ്പോൾ സിനുസോയിഡൽ എന്ന് പറയുന്നത് നമുക്കറിയാം, സൈൻ വേവിൻ്റെ നേച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഈ വേരിയിങ് ലോഡിങ് അല്ലെങ്കിൽ വേരിയിങ് സ്ട്രെസ്സസിനെ തന്നെ 3 കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം
സ്ട്രെസ്സാണ് വൈ ആക്സിൽ വരച്ചിരിക്കുന്നത്, എക്സ് ആക്സിൽ ടൈമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം 0ക്ക് മുകളിലാണ്. അപ്പോൾ ഇത് എന്തായാലും പോസിറ്റീവ് പ്ലെയിൻ അല്ലേ, പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് പ്ലെയിൻ ആണ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ചറിയാം എൻ്റെ സ്ട്രെസ്സ് 0യിൽ ഒരു വാല്യൂയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമത്തിലെത്തി, കുറഞ്ഞ് മിനിമത്തിലെത്തി, പിന്നെയും മാക്സിമം മിനിമം ഇങ്ങനെ വേരി ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്താണ്, സെയിം നേച്ചർ എന്ന് പറഞ്ഞാൽ രണ്ടും പോസിറ്റീവ്, 0ക്ക് മുകളിൽ രണ്ടും എന്താണ് പോസിറ്റീവ് വാല്യൂ. അതല്ലെങ്കിൽ രണ്ടും എനിക്ക് എന്ത് ചെയ്യാൻ നെഗറ്റീവ് സൈഡിൽ വേണമെങ്കിലും വരയ്ക്കായിരുന്നു. അപ്പം ഒരു പോസിറ്റീവ് വാല്യൂവിൽ നിന്ന് ഒരു പോസിറ്റീവ് മിനിമത്തിൽ നിന്ന് ഒരു പോസിറ്റീവ് മാക്സിമത്തിലേക്ക്, അല്ലെങ്കിൽ ടെൻസൈൽ മിനിമത്തിൽ നിന്ന് ടെൻസൈൽ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ടെൻസൈൽ സ്ട്രെസ്സാണ്. അപ്പം ഒരു മിനിമം ടെൻസൈൽ ഫോഴ്സിൽ നിന്ന് മാക്സിമം ടെൻസൈൽ ഫോഴ്സിലേക്ക്, അല്ലെങ്കിൽ തിരിച്ച് ഒരു മിനിമം കംപ്രസീവ് ഫോഴ്സിൽ നിന്നൊരു മാക്സിമം കംപ്രസീവ് ഫോഴ്സിലേക്കാണ് എൻ്റെ ലോഡ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത്തരം വേരിയിങ് ലോഡിനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫിഗർ വേരിയേഷൻ നമ്മുടെ ഡേറ്റാ ബുക്കിൽ ഫിഗർ 2.5 പേജ് നമ്പർ 24 കൊടുത്തിട്ടുണ്ട്. അവിടെ താഴെ ഇപ്പോൾ ഡേറ്റാ ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റാ ബുക്കിൽ താഴെ ഇവർ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സിന് ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈ ആക്സിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ്സ്, എക്സ് ആക്സിൽ ടൈമാണ്, വേരിയേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മിനിമം വാല്യൂയിൽ നിന്ന് മാക്സിമം സിനുസോയിഡൽ നേച്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിനിമത്തിനും ഒരു വാല്യൂ ഉണ്ട്, മാക്സിമത്തിനും ഒരു വാല്യൂ ഉണ്ട്. രണ്ട് മിനിമവും മാക്സിമം എന്താണ് സെയിം നേച്ചർ, ദാറ്റ് മീൻസ് ബോത്ത് ആർ എയ്തർ ടെൻസൈൽ ഓർ കംപ്രസീവ്. എന്നാൽ രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എൻ്റെ ഇവിടെ ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്, 0 to a മാക്സിമം, അത് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 to നെഗറ്റീവ് മാക്സിമത്തിലേക്കും ആവാം. ഇപ്പോൾ ഇവിടെ ഞാൻ പോസിറ്റീവ് സൈഡിലേക്കാണ് വരച്ചിരിക്കുന്നത്. അപ്പം 0യിൽ നിന്ന് പോസിറ്റീവ് വാല്യൂലേക്ക് എഗെയിൻ 0 പോസിറ്റീവ്, 0 പോസിറ്റീവ്, 0 പോസിറ്റീവ്, ഇങ്ങനെയാണ്. ഈ ടൈപ്പ് ഓഫ് ലോഡിങ്ങിനെയാണ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് സ്ട്രെസ് തന്നെയാണ് നമ്മൾ പറയുന്നത് റിപ്പീറ്റഡ് സ്ട്രെസ്. അപ്പോൾ ആ ഓരോ സൈക്കിൾ കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ 0 to 10, 0 to 10, 0 to 10, അതാണ് അവിടുത്തെ വേരിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. ദെൻ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എൻ്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്താണ്, രണ്ട് ഓപ്പോസിറ്റ് ഇൻ നേച്ചർ ആവാം, പക്ഷേ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കാം. എൻ്റെ അതായത് മാക്സിമത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും മിനിമത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും നോക്കി കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് രണ്ടും എന്തായാലും ഈക്വൽ ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറയാം -10 തൊട്ട് എവിടെ വരെ +10 വരെ. ഇതെന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ, ഒരു കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഫറ്റീഗ് ലോഡിങ്ങിനെ അല്ലെങ്കിൽ വേരിയിങ് ലോഡിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ്സസ്, റിപ്പീറ്റഡ് സ്ട്രെസ്, കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കംപ്ലീറ്റ്ലി എ മെഷീൻ കമ്പോണൻറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ് ഓഫ് 30 MPa എന്ന് പറഞ്ഞാൽ ബൈ ഡിഫാൾട്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം -30 to +30 ആണ് അവിടുത്തെ വേരിയേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂവേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് സ്റ്റാറ്റിക് ലോഡിംഗ് ആണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ എല്ലാ കേസിലും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു മിനിമം വാല്യൂയും ഒരു മാക്സിമം വാല്യൂ ഉണ്ട് അല്ലേ. അപ്പം ഈ രണ്ട് വാല്യൂസും വെച്ചുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് ചെയ്യാനായിട്ട് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ഈ മിനിമം വാല്യൂവിൻ്റെയും മാക്സിമം വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ, ആവറേജ് ഓർ മീൻ വാല്യൂ കണ്ടുപിടിക്കും. ആവറേജ് ഓർ മീൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. മീൻ വാല്യൂ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് σm എന്നാണ്. മീൻ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ആ മീൻ സ്ട്രെസ് ആണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം മാക്സിമത്തിൻ്റെയും മിനിമത്തിൻ്റെയും ആവറേജ് വാല്യൂ ആണ് ഈ സെൻട്രലിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഡോട്ടറിൽ. അപ്പോൾ എല്ലാ കേസിലും അത് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ മീൻ വാല്യൂ എന്ന് പറയും. അപ്പോൾ മീൻ വാല്യൂൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടൈം എത്ര തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ വാല്യൂ എന്ത് തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മീൻ സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും അപ്പോൾ എന്താണ്, ഒരു സ്റ്റാറ്റിക് ലോഡിന് ഇക്വലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോലെ ഒരു സ്റ്റാറ്റിക് ലോഡ് പോലെയാണ്. കാര്യം സ്റ്റാറ്റിക് ലോഡ് പോലെയാണ് എന്ന് പറയാൻ കാര്യം എന്താണ്, എത്ര ടൈം കഴിഞ്ഞാലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. പക്ഷേ ഇവിടെ ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ, അപ്പം മീൻ വാല്യൂവിൽ നിന്ന് മുകളിലേക്കും താഴേക്കുമാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്. ആ വേരിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്നവരാണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ വേരിയബിൾ സ്ട്രെസ്. ആംപ്ലിറ്റ്യൂഡ് ഓർ വേരിയബിൾ സ്ട്രെസ് എന്ന് പറയുന്നത്, വേരിയബിൾ സ്ട്രെസ്. അതിനെ നമ്മൾ ഡേറ്റാ ബുക്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് σa എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ രണ്ട് വാല്യൂസും വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തെ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം, ഒന്ന് മീൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാറ്റിക് ലോഡ് പോലെയാണെന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കി ഇനി അത് ബാക്കി പറയുന്നതിന് മുന്നേ മീൻ വാല്യൂ മാക്സിമം വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നും പലർക്ക് സംശയം വരാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും നമുക്ക് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് മീൻ വാല്യൂ ആവറേജ് വാല്യൂ ഒക്കെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 23
പേജ് നമ്പർ 23-ൽ ഇക്വേഷൻ 2.16a ആൻഡ് ബി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻസ് കാണാം. സിഗ്മ എമ്മിന് അവർ എവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡേറ്റ നമുക്ക് നോക്കിയാൽ അറിയാം. ഇറ്റ് ഈസ് സിഗ്മ മാക്സ് പ്ലസ് സിഗ്മ മിനിമം ഡിവൈഡഡ് ബൈ 2. അതിനെയാണ് നമ്മൾ മീൻ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ സിഗ്മ എ ഓർ ദ വേരിയബിൾ വാല്യൂ ഈസ് സിഗ്മ മാക്സ് മൈനസ് സിഗ്മ മിനിമം ഡിവൈഡഡ് ബൈ 2. ഇത് ഇൻ ടൈംസ് ഓഫ് സ്ട്രെസ്സിലാണ് ഡേറ്റാ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ നമുക്ക് സ്ട്രെസ് വാല്യൂവിന് മുന്നേ ചിലപ്പോൾ നമുക്ക് മീൻ ഫോഴ്സ് അല്ലെങ്കിൽ മീൻ ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ എനിക്ക് എം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മീൻ വാല്യൂ വേണം. അപ്പം എം സഫിക്സ് എം എങ്ങനെ എഴുതും? എം സഫിക്സ് എം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എം മാക്സ് പ്ലസ് എം മിനിമം ഡിവൈഡഡ് ബൈ 2. ഇനി ചില കേസിൽ ടോർഷൻ ആയിരിക്കും. അപ്പോൾ ടി മീനും ടി എയും ആയിരിക്കും വേണം. അപ്പോൾ ടി എം ഈസ് ഈക്വൽ ടു ടി മാക്സ് പ്ലസ് ടി മിനിമം ബൈ 2. അതുപോലെ ടി എ എന്ന് പറഞ്ഞാൽ ടി മാക്സ് മൈനസ് ടി മിനിമം ഡിവൈഡഡ് ബൈ 2. ഇനി ടി ആണ് വരുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്ന എന്താണ്? ഷിയർ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ടോ എമ്മും ടോ എയും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യമാണ്. ഇതാ ഞാൻ പറഞ്ഞ ടോർഷൻ എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ടേണിംഗ് മൊമെൻ്റ് എന്ന് കേട്ടാൽ എപ്പോഴും എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ടോ ഷിയർ സ്ട്രെസ്. അപ്പോൾ ഇക്വേഷനകത്ത് നമ്മൾ ആവറേജ് ഓർ മീൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മീൻ ഷിയർ സ്ട്രെസ് ആയിട്ട് ഇവിടെ എന്ത് എഴുതും? ടോ എം ഈക്വൽ ടു എങ്ങനെ എഴുതും? ടോ എം ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? ടോ മാക്സ് പ്ലസ് ടോ മിനിമം ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ ഓരോ കേസിൻ്റെയും ആയിട്ട് ഇക്വേഷൻസ് ഡേറ്റാ ബുക്കിലില്ല. പക്ഷേ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഒരു ഷിയർ സ്ട്രെസ് വരുമ്പോഴും ഇക്വേഷൻസ് റീറൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ബേസിക്കലി പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ 2 പോയിൻ്റാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് മീൻ സ്ട്രെസ്സും 2 ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും. അപ്പോൾ മീൻ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു അല്ലെങ്കിൽ എന്തുപോലെയാണെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ലോഡ് പോലെയാണ്. ആ സ്റ്റാറ്റിക് ലോഡിനെ വേരി ചെയ്യിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മീൻ സ്ട്രെസ്സിൻ്റെ ലിമിറ്റ് അതിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സ്റ്റാറ്റിക് ലോഡിനെ ഡിസൈൻ ചെയ്യുമ്പം നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എയ്തർ ദ ഈൽഡ് പോയിന്റ് ഓഫ് ദി മെറ്റീരിയൽ ഓർ ദ അൾട്ടിമേറ്റ് പോയിന്റ് ഓഫ് ദി മെറ്റീരിയൽ. ഈൽഡ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന എപ്പോഴും ഏതിനായിരുന്നു? ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിനായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അൾട്ടിമേറ്റ് വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്ന എപ്പോഴും ഏതിനായിരുന്നു? ഒരു ബ്രിട്ടിൽ മെറ്റീരിയലിനായിരുന്നു നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ വേരിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് വാല്യൂ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞാൽ TMT കമ്പികൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. അവർ അല്ലെങ്കിൽ നിങ്ങൾ ഐസൗട്ട് ടെസ്റ്റും ചാർപ്പി ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ എന്താണ് സ്പെസിമെനകത്ത് നിങ്ങളൊരു നോച്ചൊക്കെ കട്ട് ചെയ്യും, ഒരു നോച്ച് കട്ട് ചെയ്തേക്കും അല്ലേ. അപ്പം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോയത് പ്രധാനമായിട്ട് ഒരു നോച്ച് കട്ട് ചെയ്ത ശേഷം അവരിതിനെ പെട്ടെന്ന് എന്ത് ചെയ്യും? 2 സൈഡിലേക്കും റിവേഴ്സ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യിച്ചാണ് ഇതിനെ പൊട്ടിക്കുന്നത് അല്ലേ. അത് നേരെ മറിച്ച് നമ്മൾ അതേ നോച്ചിടാത്ത ഒരു TMT കമ്പി എടുത്ത് ഓടിക്കാൻ തിരിച്ചും മറിച്ച് ഓടിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതൊരിക്കലും ഓടിയത്തില്ല. അതിങ്ങനെ ബെൻഡ് ചെയ്തിരിക്കത്തേ ഉള്ളൂ, ശരിയല്ലേ. പക്ഷേ ഒരു നോച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് റിവേഴ്സിൽ വരുമ്പോഴത്തേനും മെറ്റീരിയൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഫെയിലാകും അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും TMT കമ്പി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റീൽ മെറ്റീരിയൽ ആണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ അതിന് നമ്മൾ ഡിസൈൻ ക്രൈറ്റീരിയ ഏതാണ്? ഈൽഡ് സ്ട്രെസ്സാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ആ ഈൽഡ് സ്ട്രെസ് വരെയും പോകത്തില്ല. അതിലും താഴെയുള്ള ഒരു വാല്യൂവിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? മെറ്റീരിയൽ ഫെയിൽ ആകും. അല്ലെങ്കിൽ വളരെ ചെറിയ ലോഡ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? മെറ്റീരിയൽ ഫെയിൽ ആവുന്നതായിട്ട് കാണാം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിങ് അല്ലെങ്കിൽ വേരിയിങ് ലോഡിങ്ങിൻ്റെ കേസിൽ വേരിയിങ് ലോഡ് കാരണം വേരിയിങ് സ്ട്രെസ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് കാരണം ഫെയിൽ ആകുന്ന ആ ഒരു ലിമിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡ്യൂറൻസ് ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഇത് ഓൾറെഡി എൻഡ്യൂറൻസ് സ്ട്രെങ്ത് എന്താണെന്നുള്ളതൊക്കെ MMEയിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പഠിക്കുക, തിയറി എടുത്ത് വെച്ച് വായിച്ച് നോക്കുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തിയറി കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത് തിയറിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ല. ജസ്റ്റ് പ്രോബ്ലം ചെയ്യാനുള്ള ബേസിക് നോളജ് മാത്രം ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് പറഞ്ഞു വന്നത്. സോ അപ്പോൾ അവിടെ നമുക്ക് അതിനെ നമ്മൾ റെപ്രസെൻറ്റ് സിഗ്മ EN എന്നാണ്, സിഗ്മ എൻഡ്യൂറൻസ്. അപ്പോൾ എൻഡ്യൂറൻസ് വാല്യൂവിനാണ് പ്രത്യേകത. അപ്പം എൻഡ്യൂറൻസ് സ്ട്രെങ്ത് എന്താണെന്ന് സംടൈംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയലിന് എന്താണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ് മാക്സിമം വാല്യൂ ഓഫ് കംപ്ലീറ്റ്ലി റിവേഴ്സ്ഡ് സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർ ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡ്യൂറൻസിൻ്റെ അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളെല്ലാം നോക്കുക. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈക്കിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10⁻⁶ സൈക്കിൾസ് എന്നുള്ള മീനിങ്ങിലാണ്. അതിന് നിങ്ങളൊരു SN ഡയഗ്രാം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ SN ഡയഗ്രാം RR മൂർ ടെസ്റ്റ് എന്നുള്ളതൊക്കെയാണ് ഈ പോർഷനിലെ മെയിനായിട്ടുള്ള തിയറി ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻഡ്യൂറൻസ് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻഡ്യൂറൻസ് സ്ട്രെങ്ത് മസ്റ്റായിട്ടും പഠിക്കണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്
എൻഡ്യൂറൻസ് സ്ട്രെങ്ത് മസ്റ്റായിട്ട് നോക്കണം. സൈസ് ഫാക്ടർ, സർഫസ് കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാക്ടേഴ്സും നമുക്ക് പഠിക്കാനുണ്ട്. റിലയബിലിറ്റി ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മൾ നോക്കുക. അപ്പം ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സിൻ്റെ ലിമിറ്റ് അപ്പോൾ ഏതാണ് നമ്മളുടെ എൻഡ്യൂറൻസ് ലിമിറ്റ്. അപ്പോൾ അത് രണ്ടും മറന്നു വരുന്നത്. സിഗ്മ എം ഈസ് ഓൾവേസ് ഡീലിംഗ് വിത്ത് സിഗ്മ വൈ ഓർ സിഗ്മ യു, വേറാസ് സിഗ്മ എ ഓൾവേസ് കണക്ട്സ് ദി എൻഡ്യൂറൻസ് ലിമിറ്റ്. ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ദെൻ ഇതിനകത്ത് ഇനി അറിയേണ്ട ഈ ഫാക്ടേഴ്സ് അഫക്റ്റിങ് അത് നമ്മൾ പഠിക്കും. നമ്മൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ സ്റ്റാറ്റിക് ലോഡിങ്ങിൽ പഠിച്ചതുപോലെ തന്നെ ഫറ്റീഗ് ലോഡിങ്ങിലും സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, അതിനെ നമ്മൾ പറയും ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് KTF എന്ന എഫ് കാണിക്കുന്നത് ഫറ്റീഗ് എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡേറ്റാ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ 2.12a പേജ് നമ്പർ 23 ആ ഇക്വേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. KTF ഈസ് ഈക്വൽ ടു Q ഇൻറ്റു KT മൈനസ് 1 പ്ലസ് 1. ഇവിടെ നമുക്ക് KT എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. KT എന്ന് പറയുന്നത് എന്തായിരുന്നു? തിയററ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ ഇൻ സ്റ്റാറ്റിക് ലോഡിംഗ് ആയിരുന്നു. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പ്യുവർലി എ ഫംഗ്ഷൻ ഓഫ് എന്തായിരുന്നു? ജോമെട്രി അല്ലേ? നമ്മൾ അറിയാം സ്റ്റെപ്പ്ഡ് ബാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ ചാർട്ടിലൊക്കെ പോയി, അത് മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ചത്. ചാർട്ടിലൊക്കെ പോയി അതിൽ നിന്ന് KT വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഫറ്റീഗ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ പഠിക്കുമ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ലോഡിങ്ങിൽ എന്താ ജോമെട്രീനെ മാത്രമാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്? സ്ട്രെസ് വാല്യൂ അല്ലേ? സഡനായിട്ട് ഏരിയ കൂടുന്നു അല്ലെങ്കിൽ പറയാം നമ്മൾ സ്റ്റെപ്പ്ഡ് ബാറിൻ്റെ കേസ് ചിലപ്പോൾ സ്റ്റെപ്പ്ഡ് ബാറൊക്കെ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെപ്പ്ഡ് ബാർ വരുന്ന സമയത്ത് സഡനായിട്ട് എന്ത് ചെയ്യും? സ്ട്രെസ് അക്യുമുലേഷൻ ഉണ്ടായി അവിടെ ലോക്കലി സ്ട്രെസ് റൈസ് ചെയ്യും. അതിനെ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ജോമെട്രി ഡിഫറൻസ് ആണ്. സ്റ്റാറ്റിക് ലോഡിങ്ങിൻ്റെ കേസിൽ ജോമെട്രി മാറണം മാത്രമാണ് എന്തുണ്ടായത്? സ്ട്രെസ്സിന് സഡനായിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടായത്. പക്ഷേ ഇവിടെ ഈ കേസിൽ വരുമ്പോൾ ഫറ്റീഗ് ലോഡിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ ജോമെട്രിക്ക് മാത്രമല്ല വേരിയേഷൻ ഉണ്ടാകുന്നത്, എന്തിനും ഉണ്ടാകും? മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ചുണ്ടാകാം, അല്ലെങ്കിൽ എന്താ ലോഡിങ് മാറുന്നതിനനുസരിച്ചും ഉണ്ടാകാം അല്ലേ? അപ്പോൾ ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ലോഡിങ് ഫാക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ Q എന്ന് പറയുന്ന ഒരു ഫാക്ടർ യൂസ് ചെയ്യുന്നത്. ആ Q എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ. നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ Q എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ Q വാല്യൂ നോർമലി ലെസ് ദാൻ 1 ആയിരിക്കും. 0ക്കും 1നും ഇടയ്ക്കായിരിക്കും Q വാല്യൂവിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. Q റേഞ്ചസ് ബിറ്റ്വീൻ 0 to 1 ആണ്. ദെൻ KTFൻ്റെ ഡെഫിനിഷനൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് KTFൻ്റെ ഡെഫിനിഷനൊക്കെ കിട്ടും. എന്താണ് KTFനെ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എൻഡുറൻസ് ലിമിറ്റ് ഓഫ് ദി നോച്ച് ഫ്രീ സ്പെസിമെൻ ടു ദി എൻഡുറൻസ് ലിമിറ്റ് ഓഫ് ദി നോച്ച്ഡ് സ്പെസിമെൻ. അതായത് ഇപ്പോൾ ഇത് ഇനി ഈ ഒരു ബാർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നോച്ച് ഇല്ലാത്ത ഈ ബാറിൻ്റെ സ്ട്രെങ്ത് എൻഡുറൻസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ നോച്ച് ഉള്ളപ്പോഴുള്ള ഇതിൻ്റെ എൻഡുറൻസ് ലിമിറ്റ്, അതിൻ്റെ റേഷ്യോനെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് KTF എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അതുപോലെ നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ ഉണ്ട്. നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈസ് ദ റേഷ്യോ ഓഫ് increase of actual stress over nominal stress to the increase of theoretical stress over nominal stress. അപ്പോൾ ആ Qൻ്റെ ഇക്വേഷനും ഡേറ്റാ ബുക്കിലുണ്ട്. ഈ ഇക്വേഷനും Qൻ്റെ ഇക്വേഷനിൽ തന്നെയാണ് ഈ KTFൻ്റെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ഓർക്കണമെന്നില്ല. KTFൻ്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഉള്ളത്. പിന്നെ ഇതിനകത്ത് ഡേറ്റാ ബുക്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു എൻഡുറൻസ് ലിമിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഡേറ്റാ ബുക്കിൽ മെയിനായിട്ടും ഈ ഫാക്ടേഴ്സിനെ അവർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് 3 ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. A, B ആൻഡ് C. വേർ A എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇറ്റ് ഈസ് ദ ലോഡ് ഫാക്ടർ. A ഈസ് ദ ലോഡ് ഫാക്ടർ. അത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫർദർ ഇക്വേഷൻസ് പറയുന്ന സമയത്ത് ഞാൻ പറയാം. B എന്ന് പറയുന്ന ഫാക്ടറിനെ നമ്മൾ പറയുന്നവരാണ് സർഫസ് കറക്ഷൻ ഫാക്ടർ എന്ന് പറയും. സർഫസ് കറക്ഷൻ ഫാക്ടർ എന്ന് പറയും. ആൻഡ് B is the size correction factor, not surface, size correction factor. B is the size correction factor and C is the surface correction. B is the size correction factor, B. And C is the surface correction factor. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോബ്ലം വരുന്ന സൈഡിൽ ഞാൻ ബേസിക്കായിട്ടും പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഓർക്കേണ്ടത്. സിഗ്മ എം, സിഗ്മ എ, KTF, Q, ABC എന്തൊക്കെയാണ്. റിലയബിലിറ്റി ഫാക്ടർ നമ്മളുടെ ഡേറ്റാ ബുക്കിൽ ഇല്ല. പക്ഷേ നമുക്ക് ഈ പറയുന്ന റിലയബിലിറ്റി ഫാക്ടർ സംടൈംസ്
യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് എന്ത് തരാം, റിലയബിലിറ്റി ഫാക്ടേഴ്സും തരാം. അപ്പോൾ ആ റിലയബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ആ ഒരു പർട്ടിക്കുലർ ഫാക്ടർ ഡേറ്റാ ബുക്കിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറയുന്നത് ആറെന്ന്. അപ്പോൾ നിങ്ങൾ ഡേറ്റാ ബുക്കിൽ ആറെന്നുള്ള ആ ഒരു ഫാക്ടർ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ആറെന്ന് പറയുന്നത് കാണിക്കുന്നത് എന്താണ്, ഇറ്റ് റിലേറ്റ്സ് റിലയബിലിറ്റി ഫാക്ടർ. ഇപ്പോൾ ഈ റിലയബിലിറ്റി ഫാക്ടർ നമ്മളിപ്പം റിലയബിലിറ്റി 50% ആവാം, അല്ലെങ്കിൽ 90% ആവാം, അല്ലെങ്കിൽ 95, 99, 99.99 ഇങ്ങനെ ഏത് വേണമെങ്കിലും വരാം. അപ്പം റിലയബിലിറ്റി 6 എന്ന് പറയുന്നത് 50% റിലയബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലയബിലിറ്റി 50% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിലയബിലിറ്റി ഫാക്ടർ 6 വാല്യൂ നമ്മൾ എടുക്കുന്നത് 1 ആയിട്ടായിരിക്കും 50% ആണെങ്കിൽ. അതുപോലെ തന്നെ 90%ലേക്ക് റിലയബിലിറ്റി മാറുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ 6 വാല്യൂ നമ്മൾ എടുക്കുന്നത് ഇറ്റ് ഈസ് അറൗണ്ട് 0.897. 95 ആവുകയാണെങ്കിൽ ഇറ്റ് കംസ് ടു 0.868. then 99% ആവുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് 0.814. 99.9 ആവുകയാണെങ്കിൽ 99.9% ആവുകയാണെങ്കിൽ ഇറ്റ് കംസ് അറൗണ്ട് 0.75. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ഒഴിച്ച് ബാക്കി ഏത് വാല്യൂം അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 0.8 എന്നുള്ള ഒരു റേഞ്ചിലാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ 0.8 എന്നുള്ള ഒരു റിലയബിലിറ്റി ഫാക്ടറോട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിൽ നമുക്ക് ഇനി പ്രോബ്ലം സൈഡിലേക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റാറ്റിക് ലോഡിങ് പഠിച്ച പോലെ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു, ഒരു ഇൻഡിവിജ്വൽ ലോഡ് വരുമ്പോൾ എങ്ങനെയാണ് ഫെയിലിയർ ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം പഠിക്കുന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റൊക്കെ വെച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കമ്പൈൻഡ് ലോഡിങ് പഠിച്ചു. അപ്പോൾ കമ്പൈൻഡ് ലോഡിങ് ആണ് ആക്ച്വൽ കേസിൽ വരുന്നത്. അതിനെ കമ്പൈൻഡ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അതിനുശേഷം സെക്കൻഡ് മൊഡ്യൂളിൽ വരുമ്പോൾ കമ്പൈൻഡ് ലോഡിങ് കേസിൽ തിയറീസ് ഓഫ് ഫെയിലിയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഫറ്റീഗ് ലോഡിങ്ങിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ 3 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി ഓഫ് പ്രോബ്ലംസ് വരുമ്പോൾ ഇൻഡിവിജ്വലി വരുമ്പോൾ എങ്ങനെ നമ്മൾ ഒരു സിംഗിൾ ഫറ്റീഗ് ലോഡിങ് അല്ലെങ്കിൽ സിമ്പിൾ ഫറ്റീഗ് ലോഡിങ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ആ ഒരു കമ്പോണൻറ്റിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലോഡ്, ഒന്നെങ്കിൽ ആക്സിയൽ ലോഡ് മാത്രം വേരിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് മാത്രം വേരിങ് ആയിട്ട് തരാം, അല്ലെങ്കിൽ ടോർഷനിൽ മാത്രം വേരിങ് ആയിട്ട് തരാം. ഏതെങ്കിലും ഒരു ടൈപ്പ് ലോഡ് മാത്രമേ ക്വസ്റ്റ്യനിൽ കാണുന്നുള്ളൂ എങ്കിൽ, ഒരു ടൈപ്പ് ലോഡിങ്ങിൻ്റെ വേരിയേഷൻ മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നില്ല, അതിനെയാണ് നമ്മൾ സിമ്പിൾ ഫറ്റീഗ് ലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഫറ്റീഗ് ലോഡിങ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് 3 മെത്തേഡുകളാണ് ഉള്ളത്. സിമ്പിൾ ഫറ്റീഗ് ലോഡിങ്ങിൽ നമുക്ക് മെയിനായിട്ടും 3 ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ശരിക്കും 4 എണ്ണം ഉണ്ട്, നമ്മൾ ഡേറ്റാ ബുക്കിൽ 3 എണ്ണേ ഉള്ളൂ, അതുകൊണ്ട് 3 എണ്ണം ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി സോഡർബർഗ് ക്രൈറ്റീരിയ. സോഡർബർഗ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ സോഡർബർഗ് ലൈൻ മെത്തേഡ് എന്ന് പറയും. സോഡർബർഗ് ലൈൻ മെത്തേഡ് ഓർ ക്രൈറ്റീരിയ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്നവരാണ് ഗുഡ്മാൻ ലൈൻ മെത്തേഡ് ഓർ ഗുഡ്മാൻ ക്രൈറ്റീരിയ എന്ന് പറയും. ഗുഡ്മാൻ മെത്തേഡ്, ലൈൻ മെത്തേഡ് എന്നാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർബേഴ്സ് പരാബോള അല്ലെങ്കിൽ ഗർബേഴ്സ് ക്രൈറ്റീരിയ എന്ന് പറയും. 3 മെത്തേഡുകൾ. ഈ 3 മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ ഫറ്റീഗ് ലോഡിങ്ങിൻ്റെ പ്രോബ്ലംസ് വരുന്നത്. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഈ ഫറ്റീഗ് ലോഡിങ്ങിൽ തന്നെ നമ്മൾ പ്രോബ്ലംസ് 2 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. സിമ്പിൾ ഫറ്റീഗ് ലോഡിങ്ങും വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് കമ്പൈൻഡ് നമ്മൾ പഠിക്കും. അതിന് മുന്നേ ആദ്യം സിമ്പിൾ ഫറ്റീഗ് ലോഡിങ് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ ഏതൊരു ഗിവൺ പ്രോബ്ലം കിട്ടിയാലും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇപ്പം എനിക്ക് ആക്സിയൽ ലോഡിങ്ങിൻ്റെ കേസാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം നമുക്കൊരു എഫ് മിനിമവും കാണും, എന്തും കാണും, ഒരു എഫ് മാക്സിമവും കാണും. ഈ 2 വാല്യൂ വെച്ചുകൊണ്ട് എനിക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാമെന്ന് ആലോചിച്ച് എഫ് മിനിമം കണ്ടുപിടിക്കുക. അല്ലെ എഫ് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഇല്ലെങ്കിൽ കൂടി നമുക്ക് എഴുതാൻ അറിയണം. എഫ് മിനിമം അല്ലെ എഫ് മീൻ നമുക്ക് കണ്ടുപിടിക്കാതെ എങ്ങനെ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് മാക്സ് പ്ലസ് എഫ് മിനിമം ഡിവൈഡഡ് ബൈ 2 മീൻ വാല്യൂ ആണ്. അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് മാക്സ് മൈനസ് എഫ് മിനിമം ഡിവൈഡഡ് ബൈ 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മീൻ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ 1.1a പേജ് നമ്പർ 2 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്സിയൽ സ്ട്രെസ് ഡ്യൂ ടു ആക്സിയൽ ഫോഴ്സ് നമുക്ക് is equal to കണ്ടുപിടിക്കാൻ എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് ഡിവൈഡഡ് ബൈ എ എന്നാണ് ഡേറ്റാ ബുക്കിലെ ഇക്വേഷൻ. അങ്ങനെയാണ് നോക്കിയാൽ എനിക്ക് മീൻ
സ്ട്രെസ് ആണ് വേണമെങ്കിൽ അപ്പോൾ എനിക്ക് എന്താ എഫിന് സാധാരണ മീൻ ലോഡ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ. ആൻഡ് സിമിലർലി ആംപ്ലിറ്റ്യൂഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, എഫ് എ ഡിവൈഡഡ് ബൈ എ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യും. ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താ, തന്നിരിക്കുന്ന ലോഡ് വെച്ചുകൊണ്ട് മീനും ആംപ്ലിറ്റ്യൂഡ് ലോഡ് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് സ്ട്രെസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് ഒരേപോലെ. ആദ്യം എന്ത് ചെയ്യാം, എഫ് മിനിമം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, സിഗ്മ മിനിമം കണ്ടുപിടിക്കുക. സിഗ്മ മിനിമം എന്ന് പറഞ്ഞാൽ ഇതേ ഇക്വേഷൻ എന്താ, സിഗ്മ മിനിമം ഈസിക്കൽ എഫ് മിനിമം ബൈ എ എന്നുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് എഫ് മിനിമം കണ്ടുപിടിക്കുക. അതുപോലെ എഫ് മാക്സ് വെച്ചുകൊണ്ട് നമ്മൾ എന്തും കണ്ടുപിടിക്കുക, എഫ് മാക്സ് ബൈ എ വെച്ചുകൊണ്ട് സിഗ്മ മാക്സും കണ്ടുപിടിക്കുക. അപ്പോൾ സിഗ്മ മിനിമവും സിഗ്മ മാക്സും കിട്ടിക്കഴിഞ്ഞാൽ ഡേറ്റാ ബുക്കിലെ എന്താണ് നേരത്തെ പറഞ്ഞ ഇക്വേഷൻസ് ഏതാ, ഇക്വേഷൻ പേജ് നമ്പർ 23 ഇക്വേഷൻ 2.16 എ ആൻഡ് ബി വെച്ചുകൊണ്ട് സിഗ്മ എമ്മും സിഗ്മ എയും കളി. രണ്ട് രീതിയിൽ, ഈ രീതിയിൽ ചെയ്താലും ഡയറക്റ്റ് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും രണ്ട് രീതിയിലും നമുക്ക് ഫൈനൽ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയോ തെറ്റിച്ചു എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് രണ്ടും കൂടെ ഫോളോ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇതായിരിക്കും കുറച്ച് നമുക്ക് ലോഡ് വെച്ചുകൊണ്ട് അതിൻ്റെ മീൻ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ, ദെൻ അത് വെച്ചുകൊണ്ട് മീൻ വാല്യൂ മീൻ സ്ട്രെസ് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്. ഈ മെത്തേഡാണ് കുറച്ചും കൂടെ ആപ്റ്റ് എന്ന് തോന്നുന്നു. അവരവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യമായപ്പം ഇതിപ്പം ആക്സിയലിൻ്റെ കേസാണ്. ഇനി ബെൻഡിങ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ എം എമ്മും എം എയും കണ്ടുപിടിക്കണം. അത് വെച്ചുകൊണ്ട് സിഗ്മ എമ്മും സിഗ്മ എയും കണ്ടുപിടിക്കണം. ഇക്വേഷൻ 1.1 ബി പേജ് നമ്പർ 2 സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് ഇക്വേഷൻ ഉണ്ട് എന്താണ് എം ബൈ ഇസഡ്. അപ്പം സിഗ്മ എം എന്ന് പറഞ്ഞാൽ എം ഡിവൈഡഡ് ബൈ ഇസഡ് ആണ്. അപ്പോൾ ആ വാല്യൂ വെച്ചുകൊണ്ടൊക്കെ നമുക്കത് കണ്ടുപിടിക്കാം. എനിവേ, അപ്പോൾ അത്രയും മീൻ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആയി. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ നോർമലി നമുക്ക് ക്വസ്റ്റ്യനിൽ മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് വാല്യൂ, yield സ്ട്രെങ്ത് വാല്യൂ ആയിരിക്കും നമുക്ക് മെയിനായിട്ട്. ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ മെയിനായിട്ട് ഈ രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. ബ്രിട്ടിലാണെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ കാണുള്ളൂ, അൾട്ടിമേറ്റ് വാല്യൂ കാണുള്ളൂ. എൻഡുറൻസ് വാല്യൂ നോർമലി കാണാറില്ല. ഇപ്പം എൻഡുറൻസ് വാല്യൂ ഇല്ല എങ്കിൽ നമുക്ക് എൻഡുറൻസ് വാല്യൂയും കണ്ടുപിടിക്കേണ്ട കേസസ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റീല് കാസ്റ്റ് ആണ്, ഇങ്ങനെ രണ്ട് മെറ്റീരിയലാണ് മെയിനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ ഫെറസ് മെറ്റൽ അലോയ്സും ആവാം. അപ്പോൾ ഇതിൽ ഏത് കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റീലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 2.13 എ നോക്കുക, 13 എ പേജ് നമ്പർ 23 നോക്കുക. അതുപോലെ തന്നെ കാസ്റ്റ് അയൺ ആണെങ്കിൽ ഇക്വേഷൻ 2.13 ബി പേജ് നമ്പർ 23 നോക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഡേറ്റാ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കിയ മീൻ സ്ട്രെസ് എൻഡുറൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ അൾട്ടിമേറ്റിൻ്റെ ടേംസിൽ അവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ഫോർ സ്റ്റീൽ ഇറ്റ് ഈസ് 1/2 to 5/8 ഓഫ് സിഗ്മ യു എന്ന് സ്റ്റീലിൻ്റെ കേസ്. അപ്പോൾ സ്റ്റീലാണെങ്കിൽ നമുക്ക് ഈ തന്നിട്ടില്ലെങ്കിൽ, സിഗ്മ എൻഡുറൻസ് ക്വസ്റ്റിന് തന്നിട്ടില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു റേഞ്ച് എടുക്കാം. ഒന്നെങ്കിൽ 1/2 സിഗ്മ യു എന്നെടുക്കാം, അല്ലെങ്കിൽ 5/8 സിഗ്മ യു എന്നെടുക്കാം, അല്ലെങ്കിൽ ഇതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഏത് വാല്യൂവിൽ വേണമെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻഡുറൻസ് സ്ട്രെങ്ത് നമുക്ക് സ്യൂട്ടബിളായിട്ട് അസ്യൂം ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ചിലർ 1/2 വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, ചിലർ 5/8 വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. എങ്ങനെ ചെയ്താലും അതിൽ തെറ്റുണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ക്വസ്റ്റ്യനിൽ എൻഡുറൻസ് സ്ട്രെങ്ത് പറയാത്രത്തോളം കാലം അത് സ്യൂട്ടബിളായിട്ട് അസ്യൂം ചെയ്യാനുള്ള റൈറ്റ്സ് ഡിസൈനർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡിസൈനിൻ്റെ എക്സാമിന് എപ്പോഴും ഒരു ഫൈനൽ ആൻസർ ഉണ്ടാവില്ല, സ്റ്റെപ്പിനായിരിക്കും മാർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിപ്പം നോർമൽ സ്ട്രെസ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നോർമൽ അതായത് സിഗ്മ വാല്യൂ. ഇനി അതല്ല ടോർഷനൊക്കെ നമുക്ക് ടോ എൻഡുറൻസ് ആയിരിക്കും. അപ്പോൾ ടോ എൻഡുറൻസ് കണ്ടുപിടിക്കാൻ തൊട്ട് താഴെ തന്നെ 2.15 എ 15 ബി 15 സിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് സിഗ്മ യുവിലായിട്ട് അല്ലെങ്കിൽ സിഗ്മ ഇൻ്റെ കേസിലായിട്ട് ടോ എൻഡുറൻസ് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്യൂട്ടബിളായിട്ട് അന്നേരം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയായി, സിഗ്മ യു, സിഗ്മ വൈ, സിഗ്മ എൻഡുറൻസും ആയി. ഇപ്പോൾ ഞാൻ വിത്തൗട്ട് കൺസിഡറിങ് ദി എന്താണ് കറക്ഷൻ ഫാക്ടേഴ്സ്, സിഗ്മ എൻഡുറൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്, അതിനാണ് നമുക്ക് 3 മെത്തേഡുകളുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 3 മെത്തേഡുകളുടെയും ഫൈനൽ ഇക്വേഷൻസ് മാത്രം ഞാൻ ജസ്റ്റ് പറയുകയാണ്. നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 24 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കണക്ട് ചെയ്തുകൊണ്ടുള്ള എന്താണ് സോഡർബർഗ് ലൈൻ അല്ലെങ്കിൽ ഗുഡ്മാൻ ലൈൻ, ഗർബേഴ്സ് പരാബോള എന്താണെന്നുള്ള ഒരു ഡയഗ്രം ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇക്വേഷൻസ് അവർ 2.19 എ 19 ബി 19 സിയിലായിട്ട് 3 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 ഇക്വേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ ആദ്യം കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഡേറ്റാ ബുക്കിൽ 2.19 എ പേജ് നമ്പർ 24 കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ, ആദ്യം കൊടുത്തിരിക്കുന്ന ഗർബേഴ്സ് ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ഞാൻ എഴുതാം. അപ്പോൾ നിങ്ങൾ ഡേറ്റ നോക്കി ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ. സിഗ്മ എയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് എന്താണ്, എൻഡുറൻസ് വാല്യൂ. സോ സിഗ്മ എൻഡുറൻസ് പ്ലസ്
പരാബോളിക് ഇക്വേഷൻ ആയതുകൊണ്ട് രണ്ടാമത്തെ ടേമിനകത്ത് ഒരു സ്ക്വയർ സിഗ്മ എം ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഈൽഡുമായിട്ടാണ്. ഈ ഗർബേഴ്സ് കണക്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ് വാല്യൂ. സോ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2.19b രണ്ടാമത്തെ 19b നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ എൻഡുറൻസ് പ്ലസ് സിഗ്മ എം ഡിവൈഡഡ് ബൈ സിഗ്മ യു ഈക്വൽ ടു 1 എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ദെൻ അതുപോലെ 2.19c നോക്കുവാണെങ്കിൽ സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ എൻഡുറൻസ് പ്ലസ് സിഗ്മ എം ബൈ സിഗ്മ വൈ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 1/n എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും 1/n എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഈ 1/n എന്തുവാണെന്ന് നമ്മൾ പഠിച്ചു ഓൾറെഡി. n എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണെന്ന് പഠിച്ചു. എങ്ങനെയാണ് ഇവിടെ 1/n വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഏതൊരു മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു സിഗ്മയുടെ ലിമിറ്റിംഗ് വാല്യൂ ആണ് സിഗ്മ എൻഡുറൻസ്. അപ്പോൾ സേഫ് റീജിയനിൽ ഇരിക്കണമെങ്കിൽ ആക്ച്വലി ഡിസൈൻ സ്ട്രെസ് എന്തായിരിക്കണം? സിഗ്മ EN/n ആയിരിക്കണം. സേഫായിട്ട് സിഗ്മ EN വെച്ചുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക. അതെന്ത് ചെയ്യും? ആ വാല്യൂവിനെ എന്ത് ചെയ്യും? ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് സേഫ് റീജിയനിലേക്ക് മാറ്റും. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ആണെങ്കിൽ നമ്മൾ അവനെ മാറ്റി എങ്ങനെ ആക്കും? സിഗ്മ U/n ആക്കും. അതിൽ ഈൽഡ് ആയിരുന്നെങ്കിൽ എങ്ങനെ മാറ്റിയേനെ? സിഗ്മ Y/n എന്നാക്കിയേനെ. അപ്പോൾ ശരിക്കും റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 1 ആണെങ്കിൽ ആലോചിച്ച് നോക്കുക. സിഗ്മ A ബൈ സിഗ്മ എൻഡുറൻസ് ബൈ n. ആ ബൈ n എന്നുള്ളതാണ് ഈ രണ്ട് ടൈമിൽ നമുക്ക് ഇവിടെയും ഒരു 1/n വരും, ഇവിടെ ഒരു n വരും. ആ രണ്ട് n കോമൺ എടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഡിനോമിനേറ്ററിലാണ് അതങ്ങ് ന്യൂമറേറ്ററിലാണ് വരുന്നത്. n ഇൻറ്റു ദിസ് വാല്യൂ പ്ലസ് n ഇൻറ്റു ദിസ് വാല്യൂ ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. ആ n കോമൺ എടുത്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഇക്വേഷൻ. പക്ഷേ ഈ ഇക്വേഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ ടേംസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പഴയതുപോലെ ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു n വരും, ഇവിടെയും ഒരു n വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതെന്തായി? n ഇൻറ്റു ഇതായി. ഇവിടെ വരുമ്പോൾ എന്തായി? n സ്ക്വയർ ആയി. കാര്യം ഇവിടെ ഒരു സ്ക്വയർ ടേമാണ്. അപ്പോൾ അതിനകത്തുനിന്ന് വെളിയിൽ വരുമ്പോൾ ഇതെന്തായി? n സ്ക്വയർ ആയി. സോ ഇവിടെ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യണം? നമുക്കിവിടെ എന്ത് വരും? ഒരു n ഇൻറ്റു എന്ത് വരും? 1/n എന്ന് വരും. അത് ക്ലിയർ ആണ്. ഡേറ്റാ ബുക്കിൽ ഒന്നെങ്കിൽ കറക്റ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഗർബേഴ്സ് ഇക്വേഷനകത്ത് നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ കറക്റ്റ് ചെയ്യേണ്ടി വരും. n ഇൻറ്റു സിഗ്മ എ ബൈ സിഗ്മ EN പ്ലസ് n ഇൻറ്റു സിഗ്മ എം ബൈ സിഗ്മ യു ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? n ഇൻറ്റു ഇത് പ്ലസ് n സ്ക്വയർ ഇൻറ്റു ദി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എഴുതുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതെന്ന് പറയുന്നത് എന്താണ്? പ്യുവർലി എന്താണ്? വിത്തൗട്ട് കൺസിഡറിങ് ദി ഫാക്ടേഴ്സ് ആണ്. അതാണ് ഈ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ആക്ച്വൽ കേസിൽ വരുമ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മുടെ ഗുഡ്മാൻ ഇക്വേഷൻ. ഇത് സോഡർബർഗ് ഇക്വേഷൻ. ഇതിൽ നമ്മൾ മെയിനായിട്ടും ഈ ഗുഡ്മാൻ ഇക്വേഷനാണ് ഡിസൈൻ കൺസിഡറേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഗുഡ്മാൻ ഇക്വേഷനാണ്. ഏറ്റവും ആപ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗുഡ്മാൻസ് ഇക്വേഷനാണ്. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? നിങ്ങൾക്കറിയാം സിഗ്മ വൈയുടെ ടൈം വരും. അപ്പോൾ സോഡർബർഗ് എന്ന് പറയുന്നത് മെയിൻലി എയിംസ് അറ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണെങ്കിലാണ് ഇത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് വരിക. ഗുഡ്മാൻ എന്ന് പറയുന്നത് രണ്ടിനും സ്യൂട്ടബിളാണ്. ഡക്റ്റൈലും സ്യൂട്ടബിളാണ്, ബ്രിട്ടിലും സ്യൂട്ടബിൾ. കാര്യം നമ്മൾ നോക്കി അറിയാം, സിഗ്മ യു എന്ന് പറയുന്നത് ബ്രിട്ടിലിനും ആകാം, അതുപോലെ എന്ത് ചെയ്യാം? ഡക്റ്റൈൽ മെറ്റീരിയലിനും ആകാം. ഇനി നമ്മൾ വിത്ത് കൺസിഡറിങ് ദി കറക്ഷൻ ഫാക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡേറ്റാ ബുക്കിൽ സോഡർബർഗിൻ്റെയും ഗുഡ്മാൻ്റെയും കറക്റ്റഡ് ഇക്വേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 25 തൊട്ടപ്പുറത്തെ പേജിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് അവിടെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻസ് 2.21a അതുപോലെ 2.21c അല്ലെങ്കിൽ ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ KTF ഇൻറ്റു നിങ്ങൾ ഡേറ്റാ ബുക്ക് നോക്കിയാൽ തന്നെ അറിയാം. അവിടെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. KTF ഇൻറ്റു സിഗ്മ എ ഡിവൈഡ് ബൈ ABC സിഗ്മ എൻഡുറൻസ് പ്ലസ് സിഗ്മ എം ബൈ സിഗ്മ യു ഈക്വൽ ടു 1/n. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് KTF ഇൻറ്റു സിഗ്മ എ. ആകെയുള്ള വ്യത്യാസം ഇവിടെ സിഗ്മ വൈ ആയെന്നുള്ള ഒരു വ്യത്യാസമാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഗുഡ്മാൻ റിലേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയൽസ് നോക്കിയിട്ട് ABC അല്ലെങ്കിൽ ലോഡിങ് അനുസരിച്ച് ABC KTF ഒക്കെ സെലക്ട് ചെയ്യാൻ അറിയണം. അത് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം എങ്ങനെയാണ് വരുന്നത്. ഇനി എയുടെ കാര്യം കുറച്ച് എളുപ്പമാണ്. ഇക്വേഷൻ തൊട്ട് താഴെ തന്നെ ഞാൻ പറഞ്ഞു, എ എന്ന് പറയുന്നത് എന്താ? ലോഡ് ഫാക്ടറാണ്. അപ്പം ബെൻഡിങ് മൊമെൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ എ വാല്യൂ എത്ര ആയിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം.
ഇനിയും ആക്സിയൽ ലോഡിങ് എഫ് മിനിമം തൊട്ട് എഫ് മാക്സിമം ആ കേസാണ് വരുന്നതെങ്കിൽ നമുക്ക് 0.7 to 1 എന്നുള്ള റേഞ്ചിൽ, അപ്പോൾ എനിക്ക് 0.8 എന്നോ 0.7 എന്നോ 0.9 എന്നോ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ടോർഷണൽ ലോഡിങ് ആണെങ്കിൽ ഇറ്റ് ഈസ് അറൗണ്ട് 0.5 to 0.6, അപ്പോൾ 0.55 എന്നോ 0.57 എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റും. BC എങ്ങനെയാണെന്നുള്ളത് ഞാൻ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ കറക്റ്റ് ഇക്വേഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻസ് കൂടെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തെ സിമ്പിൾ ഫറ്റീഗ് ലോഡിങ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇത്രയും ഡേറ്റാസ് മാത്രമാണ് അറിയേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ മെറ്റീരിയൽസിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും യീൽഡ് സ്ട്രെങ്ത്തും ഒക്കെ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അപ്പൻഡിക്സിൽ നമുക്ക് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനും 468 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ്, ഇവിടെ ഗ്രേ കാസ്റ്റൈൻ്റെ പ്രോപ്പർട്ടീസ്, അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ തന്നെയും ഡേറ്റാ ബുക്കിൽ നിന്നും സ്യൂട്ടബിളായിട്ട് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ മെറ്റീരിയൽ അസ്യൂം ചെയ്തുകൊണ്ട്, ഗ്രേഡ് അസ്യൂം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടേ കാർബൺ സ്റ്റീലിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 463, 460 ആ റേഞ്ചിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിമ്പിൾ ഫറ്റീഗ് ലോഡിങ്ങിൽ ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ ടെലിഗ്രാം ചാനൽ വഴിയോ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ആൾ.